Hello friends, welcome back to Click and Cook Recipes. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സിമ്പിൾ ഓട്സ് റെസിപ്പി ആയിട്ടാണ്. ഒരു ഓവർനൈറ്റ് ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വളരെ കുറച്ച് ടൈം ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നല്ല ഈസിയാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കഴിക്കുമ്പോഴാണെങ്കിൽ ശരിക്കും ഒരു ഡിസേർട്ടൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ അപ്പോൾ ഞാനൊരു പഴത്തിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ സ്ലൈസസ് ആയിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് ഓട്സ് ആഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്തെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് തേനിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്കൊരു 1/4 കപ്പ് നട്ട്സ് ക്രഷ് ചെയ്ത് കൂടി ആഡ് ചെയ്തെടുക്കും. ഞാനിവിടെ ബദാം, പിസ്ത, അതേപോലെ കാഷ്യൂ ഒക്കെ ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. ഇതിലേക്കൊരു കപ്പ് പാലും കൂടി ആഡ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ചിയ സീഡ് കൂടി ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ അത് കുറച്ചും കൂടി നല്ല തിക്കായിട്ട് വരും. ഇവിടെ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു നൈറ്റ് ഫുൾ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെയെങ്കിലും ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാനൊരു 5 ഹവേഴ്സേ വെച്ചുള്ളൂ. അപ്പോൾ നമുക്കിനി സെർവിങ് ടൈമിൽ ഇതിന് ടോപ്പിംഗ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഇതൊരു ഹാഫ് ബനാനയുടെ സ്ലൈസസ് കൂടി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചുകൂടി നേരത്തെ ഇതുപോലെ മിക്സഡ് നട്ട്സ് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ഓവർനൈറ്റ് ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആൻഡ് സിമ്പിൾ ഓവർനൈറ്റ് ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയതുകൊണ്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ടേസ്റ്റ് ആണെങ്കിലും ശരിക്കും നല്ലൊരു ഡെസേർട്ടൊക്കെ കഴിക്കുന്ന സെയിം ഫീലിംഗ് ആണ്. ഓട്സിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊന്നും നമുക്കിതിൽ ഫീൽ ചെയ്യേയില്ല. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതേപോലെ 2-3 ദിവസം വരെയൊക്കെ നമുക്കിതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇരിക്കുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.